എല്ലാ മലയാളി സിനിമ പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് പ്രമാണിച്ച തിയേറ്ററുകളിലേക്ക് റിലീസിന്റെ എമ്പുരാൻ എന്ന സിനിമയുടെയും അതുപോലെ തന്നെ വിഷു പ്രമാണിച്ച തിയേറ്ററുകളിലേക്ക് റിലീസിന്റെ 4 സിനിമകളുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ഡീനോ ഡെന്നിസിന്റെ സംവിധാനത്തിൽ മെഗാസ്റ്റാറിന്റെ നായകനാക്കി ഏപ്രിൽ മാസം 10-ാം തീയതി വിഷു പ്രമാണിച്ച തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ എക്സ്പെരിമെന്റൽ സിനിമയാണല്ലോ നമ്മുടെ മെഗാസ്റ്റാർ നായകനെ എത്തിയ ബസൂക്ക. നിലവിൽ 4 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ബസൂക്ക എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ആദ്യമേ തന്നെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം 3,23,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ, 2-ാം ദിനം 2,19,00,000 രൂപയും 3-ാം ദിനം 1,77,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ആദ്യ 3 ദിവസങ്ങളുടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 7,19,00,000 എത്തപ്പെട്ടിരുന്നു. 4-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസങ്ങളുടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 9,19,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ബസൂക്ക എന്ന സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 4 ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം 1 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ബസൂക്ക എന്ന സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആദ്യ 4 ദിവസം കൊണ്ട് 10 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ബസൂക്ക എന്ന സിനിമയുടെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 3 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 15 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. 4-ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 4 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 19 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ബസൂക്ക എന്ന സിനിമ 4 കോടി ഷെയറിലേക്കും എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ബസൂക്കയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാനായി. വിഷു പ്രമാണിച്ച തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ ആലപ്പുഴ ജിംഖാന. ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ നസ്ലിനെ നായകനാക്കി ഏപ്രിൽ മാസം 10-ാം തീയതി വിഷു പ്രമാണിച്ച തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമയ്ക്ക് ഹെവി പോസ്റ്റ് അഭിപ്രായങ്ങളാണ് കിട്ടിയിരുന്നത്. ഇപ്പോൾ ഇത് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ ആദ്യ 4 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം 2,62,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ, 2-ാം ദിനം 2,73,00,000 3-ാം ദിനം 3,15,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 8,50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. അതേസമയം ആദ്യ 3 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 9,10,00,000 എത്തപ്പെട്ടിരുന്നു. ഇനി ചിത്രത്തിന്റെ 4-ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 4-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. അങ്ങനെ ആലപ്പുഴ ജിംഖാന എന്ന സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 12 കോടിയും കടന്ന് 12,50,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 10 കോടിയും കടന്ന് 13-14 കോടി റേഞ്ചിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 17 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. 4-ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 5 കോടി 6 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 23 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. അതേസമയം ഏപ്രിൽ മാസം 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ബേസിൽ ജോസഫ് നായകനെത്തിയ സിനിമ കൂടിയാണല്ലോ മരണമാസ്. ടോവിനോ തോമസ് നിർമ്മിച്ച് ബേസിൽ ജോസഫിനെ നായകനാക്കി ശിവപ്രസാദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ മാസം 10-ാം തീയതി വിഷു പ്രമാണിച്ച തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഡാർക്ക് ഫാമിലി കോമഡി ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ മരണമാസ്. നിലവിൽ 4 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന മരണമാസ് എന്ന സിനിമയുടെ ആദ്യ 4 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ മരണമാസ് എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം 1,01,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ, 2-ാം ദിനം 98,00,000 രൂപയും 3-ാം ദിനം 1,17,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3,16,00,000 എത്തപ്പെട്ടിരുന്നു. 4-ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മരണമാസ് എന്ന സിനിമ 1,50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4,60,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം മരണമാസ് എന്ന സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആദ്യ 4 ദിവസം കൊണ്ട് 5 കോടിയും കടന്നിരിക്കുകയാണ്. അങ്ങനെ ബേസിൽ ജോസഫ് നായകനെത്തിയ ഏറ്റവും പുതിയ സിനിമ കൂടിയായ മരണമാസ് എന്ന സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 8 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ ഹൈപ്പോ പ്രമോഷനോ ഒന്നും തന്നെ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി വമ്പൻ സിനിമകളോടൊപ്പം ക്ലാഷ് റിലീസ് എത്തിയ സിനിമ കൂടിയാണ് മരണമാസ്. ഇപ്പോൾ ഇതാ ചിത്രം ആദ്യ വീക്കെൻഡിൽ തന്നെ മികച്ചൊരു കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം വിഷു പ്രമാണിച്ച് തമിഴിൽ നിന്നും തലജിത്ത് നായകനെത്തിയ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ ഗുഡ് ബാഡ് അഗ്ലി. ഈ ഒരു സിനിമയും നിലവിൽ 4 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ്. 4-ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ തലജിത്ത് നായകനെത്തിയ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2,50,00,000 എത്തിയിരിക്കുകയാണ്.
അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 110 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ 4 ദിവസമായി ഇന്നലെ മാത്രം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 40 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യ 4 ദിവസം കൊണ്ട് അജിത്ത് നായകനെത്തിയ ഗുഡ് ബൈ ഡേ ഗേൾ എന്ന സിനിമ 150 കോടിയിലേക്ക് എത്തുന്നതാണ്. അജിത്തിന്റെ അതിവേഗത്തിൽ 150 കോടി ക്ലബിൽ കയറുന്ന സിനിമ കൂടിയായി ഇതിനോടകം തന്നെ ഗുഡ് ബൈ ഡേ ഗേൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. ഇനി കഴിഞ്ഞ മാസം ഈദ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനെത്തി മാർച്ച് മാസം 27 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമ കൂടിയാണല്ലോ L2 എമ്പുരാൻ. നിലവിൽ 18 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുകയാണ്. 18ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 60 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 18 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 84 കോടി 70 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 19 ദിവസമായി ഇന്നത്തെ കളക്ഷനോടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 85 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 18 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 259 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. ചിത്രം ഈ ആഴ്ചയോടെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 260 കോടിയിലേക്ക് എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്.